ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ നോക്കുന്നത് ഒരു ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ടാപ്പ് ചേഞ്ചറാണ്. ഇതാണ് ട്രാൻസ്ഫോമർ 630-ൻ്റെ 2 ട്രാൻസ്ഫോമർ ലെഫ്റ്റും റൈറ്റിലുമാണ് വരുന്നത്. ടോട്ടൽ ലോഡ് 1.2 മെഗാവാട്ട് വരും. ട്രാൻസ്ഫോമർ ഡ്രൈ ടൈപ്പാണ്. ഇതിൻ്റെ ടാപ്പ് ചേഞ്ചറിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമുക്ക് ഇതിനകത്തുള്ള ട്രാൻസ്ഫോമർ എങ്ങനെയാണ് ഇരിക്കുന്നത് ജസ്റ്റ് നോക്കിയിട്ട് വരാം. എനിക്ക് ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലാണ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് കാണുക. പിന്നെ ഇൻപുട്ട് ഇൻസുലേറ്ററുകൾ കാണുന്ന 3 ഫേസിലാണ് ഇൻപുട്ട് വരുന്നത്. ഇതിൻ്റെ വൈൻഡിങ് ഓപ്പൺ ടൈപ്പാണ്. അതായത് ഡ്രൈ ടൈപ്പ് ഓയിലില്ലാത്ത ട്രാൻസ്ഫോമറിൽ തന്നെ ഓപ്പൺ ടൈപ്പും ഉണ്ട്, അതല്ലാതെ കാസ്റ്റ് റെസിൻ യൂസ് ചെയ്ത് വരുന്ന ട്രാൻസ്ഫോമറും ഉണ്ട്. അതിൽ ആ ടെർമിനൽ കാണിക്കുന്നതാണ് ടാപ്പിങ്ങിനുള്ള ഓപ്ഷൻ. ഡിസ്ക് ടൈപ്പ് വൈൻഡിങ് ആണ് വരുന്നത്. പിന്നെ താഴെ നിങ്ങൾക്ക് അതിൻ്റെ കൂളിംഗ് ഫാനുകൾ കാണാൻ പറ്റും. അവിടെ 2 സൈഡിലും കുറച്ച് കൂളിംഗ് ഫാനുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ട്രാൻസ്ഫോമറിൻ്റെ പല ഭാഗത്തായിട്ട് ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ടുണ്ടാവും ക്യാബിനകത്ത്. ഈ ട്രാൻസ്ഫോമറിൻ്റെ മേലെ ആയിരിക്കില്ല, ക്യാബിനകത്തായിരിക്കും വരിക. പിന്നെ കാസ്റ്റ് റെസിൻ വരുന്ന ട്രാൻസ്ഫോമറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വൈൻഡിങ് ഓപ്പൺ ആയിരിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. മറ്റേതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻഡിങ് ഓപ്പൺ ആണ്, വൈൻഡിങ് വിസിബിൾ ആയിരിക്കും. ഇനി നമ്മൾ ടാപ്പ് ചേഞ്ചിങ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, അതിനെന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ OLGയിലാണ് ടാപ്പ് ചേഞ്ചിങ്ങിൻ്റെ പ്രോസസ്സിനുള്ള കൺട്രോൾ വയറിങ്ങും ആ പരിപാടിയെല്ലാം ഇവിടെയാണ് നടക്കുന്നത്. ടാപ്പ് ചേഞ്ചിങ് യഥാർത്ഥത്തിൽ നടക്കുന്നത് തൊട്ട് ബാക്കിലുള്ള വലിയ ബോക്സിൻ്റെ അകത്താണ് ടാപ്പിങ്, ഹൈ വോൾട്ടേജിൻ്റെ ടാപ്പിങ് പ്രോസസ്സിങ് നടക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഇതിനകത്ത് മാനുവലായിട്ട് നമുക്ക് ടാപ്പിങ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതല്ലാതെ ട്രാൻസ്ഫോമറിൻ്റെ കൺട്രോൾ പാനലിൽ വോൾട്ടേജ് വേരിയേഷൻ അനുസരിച്ച് ഓട്ടോ ആയിട്ട് ഈ പ്രോസസ്സ് നടക്കും. ഇനി അങ്ങനെ നടന്നിട്ടില്ലെങ്കിലാണ് നമ്മൾ ഇവിടെ വന്നിട്ട് മാനുവലായിട്ട് ചെയ്യുക. ഇനി അതല്ലാതെ ഒരു റൊട്ടേറ്റിംഗ് ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് ആ സെൻറ്ററിൽ കാണുന്ന റോഡിൽ കണക്ട് ചെയ്താൽ നമുക്ക് കൈ കൊണ്ട് തന്നെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ 1 to 17 മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ടാപ്പ്. ഇപ്പോൾ ഏത് ടാപ്പിലാണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് കൺട്രോൾ പാനലിൻ്റെ ഡിസ്പ്ലേയിലും കാണിക്കും. ഇനി ആ സെക്ഷൻ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഈ സംഗതിയൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഓട്ടോ പ്രോസസ്സിങ് നടക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, റൊട്ടേഷണൽ ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് കുറേ ലിമിറ്റ് സ്വിച്ചുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റൊട്ടേറ്റിംഗ് ഹാൻഡിലിടുന്ന ഷാഫ്റ്റിൽ കൂടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അതിനകത്ത് കൂടെ ഒരു സ്വിച്ച് ഉണ്ട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ അത് കൺട്രോൾ വയറിങ്ങിന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സൈക്കിൾ കംപ്ലീറ്റ് ആയോ എന്ന് അറിയാനും ഈ സ്വിച്ചുകൾ വഴിയാണ് അത് അറിയുന്നത്. പിന്നെ മാനുവലി ഈ ടാപ്പ് ചേഞ്ചിങ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഹാൻഡിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ചെറുതായിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് റൊട്ടേറ്റിംഗ് ഹാൻഡിൽ. അത് ആ ഷാഫ്റ്റിലേക്ക് ഇട്ടിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മാനുവലി മാറ്റാൻ പറ്റും. പിന്നെ ഒരു ബൾബ് കൊടുത്തിട്ടുണ്ട്, ഒരു ചെയിനൊക്കെ ഉണ്ട്. ഇത് ഹീറ്റിംഗ് എലമെൻ്റാണ്. ഇതിനകത്തുള്ള മോയ്സ്ചറൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ഹീറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തെർമോസ്റ്റാറ്റ് ഇവിടെ ഡോറിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ബ്ലാക്ക് കളർ, അതിലാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. പിന്നെ ലൈറ്റിൻ്റെ സ്വിച്ചാണത്. പിന്നെ കുറച്ച് ഫ്യൂസസ്, കൺട്രോൾ വയറിങ്ങിൻ്റെ ഫ്യൂസുകളായിരിക്കും അത്. പിന്നെ വയറിങ് ഡയഗ്രാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ 2-3 കോണ്ടാക്ടറുകൾ കാണാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ, അതായത് ട്രാൻസ്ഫോമറിൽ സപ്ലൈ ഇല്ലാത്ത സമയത്തും കൂടെ കൺട്രോൾ വയറിങ് വർക്ക് ചെയ്യണം. അപ്പോൾ DC പുറത്തുനിന്നുള്ള DC വോൾട്ടേജ്, പിന്നെ വേറൊരു 220 വോൾട്ടിൻ്റെ സപ്ലൈ വേറെ, അങ്ങനെ 2-3 വോൾട്ടേജും കൂടെ നമ്മൾ ഇതിന് കൊടുക്കണം. ആ 220 വോൾട്ടേജിനെ 110ലേക്ക് മാറ്റിയിട്ടാണ്, അതുവഴിയാണ് കൺട്രോൾ വയറിങ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോണ്ടാക്ടറുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്മോക്ക് ഡിറ്റക്ടറാണ് ആ കാണുന്നത്, റെഡ് കളർ. ഈ എന്തെങ്കിലും ടാപ്പ് ചേഞ്ചിങ്ങിൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ സ്മോക്കോ പുകയോ എന്തെങ്കിലും ഉണ്ടാവുക, അല്ലെങ്കിൽ ചെറിയ തീ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാനും സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണത്. ഒരു മെയിൻ സ്പ്രിങ് ഉണ്ട്.
അവിടെയും കാണാൻ നിങ്ങൾക്ക് ലിമിറ്റ് സ്വിച്ചുകൾ കാണാം. നേരത്തെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കാര്യം നോക്കിയപ്പോൾ കുറച്ച് സെൻസറുകൾ ക്യാബിനകത്ത് അവിടേക്ക് വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു, ടെമ്പറേച്ചർ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പാനലാണിത്. ഇത് 3-4 ഏരിയയിൽ സെൻസറുകൾ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഓരോ സെൻസറിൻ്റെയും ടെമ്പറേച്ചറാണ് അവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ഫാൾട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു സൈറനാണ് അടിക്കുക. അതിൻ്റെ ബസറാണ് ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്ലാക്ക് കളർ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അത്. അപ്പോൾ ഇതിലത്രയേ ഉള്ളൂ. ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ടാപ്പ് ചേഞ്ചിങ് നടക്കുന്നത് എവിടെയാണ് എന്ന് നോക്കാം. അതും ഡ്രൈ ടൈപ്പ് തന്നെയാണ്, ഓയിലായിരിക്കില്ല. ഈ ക്യാബിനകത്താണ് യഥാർത്ഥത്തിൽ ടാപ്പ് ചേഞ്ചിങ് നടക്കുന്നത്. ഈ റോളറുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഓരോ ടാപ്പിങ്ങിൻ്റെയും മാറുന്നത്. ആ കോണ്ടാക്റ്റുകൾ ഓരോ ടാപ്പിങ്ങിൻ്റെ പോയിന്റുകളാണ്. ഇവിടെ ഹൈ വോൾട്ടേജ് ആയിരിക്കും. ഇതിൽ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന റോളറാണ് കറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യുക എപ്പോഴും നോർമൽ കണ്ടീഷനിൽ. ടാപ്പ് ചേഞ്ചിങ് പ്രോസസ്സ് നടക്കുമ്പോൾ മാത്രമേ ഒന്നാമത്തെയും മൂന്നാമത്തെയും റോളറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അതായത് കോണ്ടാക്റ്റ് വിടുമ്പോൾ ഉണ്ടാകുന്ന ആർക്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 വെച്ചിരിക്കുന്നത്. ഒരാൾ കോണ്ടാക്റ്റ് വിടുന്ന ആ സമയത്ത് തന്നെ മൂന്നാമത്തെ റോളർ താഴെയുള്ള കോണ്ടാക്റ്റിൽ പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് വരുന്ന സപ്ലൈക്ക് ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡിലേ പോലും വരാതെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ടാപ്പ് ചേഞ്ചിങ്ങിൻ്റെ പ്രോസസ്സ് സ്മൂത്തായിട്ട് നടക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ ഇത്രേ ഉള്ളൂ. പിന്നെ പുതിയ അപ്ഡേറ്റിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ട്, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം കൂടുതലും ഇലക്ട്രീഷ്യന്മാരും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വീഡിയോ ആണിത് ഇതൊക്കെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.